ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയൊന്നും അല്ല കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് കൃഷി എടുക്കുന്നത് കാണിക്കുക, വിളവെടുപ്പ് കാണിക്കുക, പൂക്കളെ കാണിക്കുക ഒക്കെയാണല്ലോ. എന്നാൽ ഇന്ന് അതൊന്നുമല്ല. ഇന്ന് ഞാൻ വരുന്നത് നമ്മളെ കുടുംബത്തിലെ നമ്മളെ ഗ്രൂപ്പിൽ ഇന്ന് വളർന്ന് 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 ഇന്നേക്ക് 1,00,000 ആൾക്കാരായിട്ടോ. കുടുംബത്തിലെ അംഗങ്ങൾ 1,00,000 സബ്സ്ക്രൈബറായി എന്ന് പറയാൻ എനിക്ക് താല്പര്യമല്ല. എല്ലാവരും നമ്മളെ പ്രിയപ്പെട്ടവരാ. നമ്മളെ കുടുംബത്തിലേക്ക് ഇപ്പോൾ 1,00,000 ആൾക്കാരായിട്ടുണ്ട്. അതിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളോട് നന്ദി പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇന്ന് കൃഷിയൊക്കെ അങ്ങ് നിർത്തി വെച്ചിട്ട് ഞാൻ ഇതിനായിട്ട് അങ്ങ് ഇറങ്ങിയത്. നമുക്കിപ്പോൾ 1,00,000 ആൾക്കാരായ ആൾക്കാരോട് നന്ദി പറയണമല്ലോ. അവരിപ്പോൾ മൊബൈൽ എടുത്തിട്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സബ് ചെയ്തവരാണല്ലോ. അപ്പോൾ അവരോട് നന്ദി പറഞ്ഞാലൊന്നും തീരുന്നില്ല. പക്ഷെ എനിക്ക് നന്ദി പറയാനേ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഞാൻ യൂട്യൂബ് ഒരു കൗതുകത്തിന് തുടങ്ങിയതാണ്. കാരണം കൃഷി എന്നുള്ള എനിക്ക് ഭയങ്കര താല്പര്യം. ഞാൻ ഓരോരുത്തരുടെ കൃഷി ഇങ്ങനെ യൂട്യൂബിൽ കാണും. അപ്പോൾ എനിക്ക് തോന്നി ഞാനൊന്നങ്ങ് തുടങ്ങിയാൽ എന്താണെന്നുള്ളത്. അങ്ങനെ ഒരു കൗതുകത്തിന് അങ്ങ് തുടങ്ങിയതായിരുന്നു. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആൾ ആവുന്നുള്ളതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ തുടങ്ങിയത് തന്നെ 2024 നവംബർ 1 നവംബർ 1 എന്ന് പറഞ്ഞാൽ കേരള പിറവിയും കൂടിയാണ്. കേരള പിറവിയും എൻ്റെ യൂട്യൂബ് പിറവിയും ഒരു ദിവസമാണ്, നവംബർ 1. ആദ്യം തന്നെ ഞങ്ങളിവിടെ ഉള്ളവർ മാത്രം സബ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് മോണിറ്റൈസേഷൻ അങ്ങനെ എന്തോ ഉണ്ട് ഒന്നും എനിക്കറിയില്ല. ഞാനങ്ങ് തുടങ്ങിയതാ. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ പറയുന്നത് 1000 സബ് ആവണം, 4000 വാച്ച് അവർ ആവണം, അങ്ങനെയൊക്കെ ഇങ്ങനെ എന്നോട് പറയും. ഞാൻ വിചാരിച്ചു അമ്മോ 1000 അതൊക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടാനാന്ന് വിചാരിച്ചു ഞാൻ കേട്ടോ. എന്നാലും ഞാൻ എൻ്റെ നെറ്റിലവിടെ ഉണ്ടായിക്കോളൂല്ലോ എൻ്റെ കൃഷികളൊക്കെ, അങ്ങനെയൊക്കെ വിചാരിച്ച്. പിന്നെ ഞാൻ എൻ്റെ കുടുംബക്കാരോടൊക്കെ പറഞ്ഞു, എൻ്റെ മക്കളോടെല്ലാം പറഞ്ഞു, എൻ്റെ സ്കൂളുകാരോട് പറഞ്ഞു, പിന്നെ ഞാൻ പഠിപ്പിച്ച കുറേ മക്കളുണ്ടല്ലോ അവരോട് പറഞ്ഞു, അയൽവാസികളോട് പറഞ്ഞു. അങ്ങനെ ഓരോ പറയൽ മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്. ഒരു നാണക്കേടും ഇല്ലാണ്ട് ഞാൻ ലിങ്ക് അങ്ങ് അയച്ചു കൊടുക്കുക ചെയ്തത്. അഥവാ അവർ സബ് ചെയ്തില്ലെങ്കിൽ ഒരു വിഷമവും ഇല്ലാണ്ട് മടിയും കൂടി ഇല്ലാണ്ട് ഞാൻ വീണ്ടും ചോദിക്കും ചെയ്തോ എന്നുള്ളത്. അങ്ങനെ നാണക്കേട് ഈ വിഷയത്തിന് പറ്റില്ല. അങ്ങനെ ഞാൻ ഓരോരുത്തരുടെ പുറകെ കൂടുക എന്ന് പറയുമല്ലോ, അങ്ങനെ കൂടിയിട്ട് ചെയ്തിട്ട് ഞാൻ 1,000 ആക്കിയത്. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ റോഡ് സൈഡാകുമ്പം ഇങ്ങനെ പൂക്കൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന വരിയായിട്ട്. അന്നേരം ഇതിലെ പോകുന്നവർ, ഇത് വിനോദസഞ്ചാര കേന്ദ്രമാണല്ലോ ഈ വയനാട് ജില്ല. ഇപ്പം എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോകുമല്ലോ, വണ്ടി എളുപ്പ വഴിക്ക് മാപ്പ് കൊടുക്കുന്നതൊക്കെ ഈ വഴിയാണ് മാനന്തവാടിക്കൊക്കെ ഉള്ളത്. അപ്പോൾ പോകുമ്പോൾ നിർത്തിയിട്ട് ചോദിക്കും ഒരു കമ്പ് തരുമോ എന്ന് ചോദിക്കും, ചെടീൻ്റെ. അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ മനസ്സിൽ അന്നേരം തന്നെ ലഡു പൊട്ടും. കാരണം എന്താ അറിയോ, അവർ കമ്പ് ചോദിച്ചാൽ അവരെ കൊണ്ട് ഞാൻ സബ് ചെയ്യിക്കാലോ എന്ന്. അങ്ങനെ ഞാൻ തരാലോ പിന്നെന്താന്ന് ചോദിച്ചിട്ട് അവർ പറയുന്നതൊക്കെ അതിനേക്കാളും കൂടുതൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ കൊടുത്ത് കഴിഞ്ഞ് അപ്പം അവരോട് പറയും എനിക്കിങ്ങനെ ഒരു ചാനൽ ഉണ്ട് കേട്ടോ പറയൂ. അങ്ങനെ അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇഷ്ടംപോലെ കൊടുത്തല്ലോ ചെടികൾ. അപ്പം തന്നെ അവർ സബ് ചെയ്യും. പിന്നെ അവരെ കുടുംബക്കാർക്ക് എൻ്റെ മുന്നിൽ നിന്ന് തന്നെ ലിങ്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരും. അങ്ങനെ കുറേ പേര്, പിന്നെ അയൽവാസികൾ, കുടുംബക്കാർ, അങ്ങനെ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ചെയ്തപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അങ്ങ് എല്ലാവരും ചെയ്തോളൂ. അപ്പം ഞാൻ വിചാരിക്കും അങ്ങനെ ചെയ്യും ഇപ്പോൾ ആരെങ്കിലും, ഞാൻ പറയാണ്ട് ഇപ്പോൾ ആരെങ്കിലും ചെയ്യുമോ എന്നൊക്കെ വിചാരിച്ച്. പിന്നല്ലേ എനിക്ക് ചില ഷോർട്സ്, ഒരു മത്തം പറിക്കുന്നൊരു ഷോർട്സ് ഉണ്ട്, അതിന് എനിക്ക് 2000 സബ് കിട്ടിയിട്ടുണ്ട്. മത്തം പറിക്കുന്നത്, കാബേജ് വിളവെടുക്കുന്നത്, പിന്നെ പ്ലാവിൻ്റെ ഇലയിൽ വിത്ത് മുളപ്പിക്കുന്നത്, എനിക്ക് കിട്ടിയത് മുഴുവനും ഷോർട്സിലാട്ടോ. ഷോർട്സിൽ എനിക്ക് നന്നായിട്ട് കയറിയിട്ടുണ്ട് സബ്. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞത് ഞാൻ പിന്നീട് ശരി വെച്ചത് ശരിയാ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യുമെന്നുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ കൃഷിയാണല്ലോ എൻ്റെത്, മെയിനായിട്ട് എൻ്റെ കൃഷിയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ എൻ്റെ കൃഷി ലൈവായിട്ടാണ് കാണിക്കുന്നത്, വിളവെടുപ്പ് ലൈവായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഒരു ചില്ലി കാശ് മുടക്ക് എൻ്റെ കൃഷിക്കില്ല. കാരണം സിമൻറ്റ് ചാക്ക് എടുക്കുന്നു,
തോട്ടത്ത് മുഴുവൻ അടിച്ച് വാരി കരിയിലങ്ങ് എടുക്കുന്നു, കുറച്ച് മണ്ണിടുന്നു, നട്ടിട്ട് അങ്ങനെ പറയുക മാത്രമല്ല നട്ടുണ്ടായത് മുമ്പിൽ കാണിച്ചു തരുന്നുണ്ടല്ലോ. അപ്പം അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ എവിടെ പോയാലും അവർ പറയും ഞങ്ങളിപ്പം കരിയില കളയാറേ ഇല്ല കേട്ടോ, ചാക്കിൽ കൂട്ടി വെക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ എനിക്ക് അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ മൊത്തം ഇപ്പം വീടും പരിസരവും വൃത്തിയാണ് ഞാൻ കാരണം എല്ലാവരും കരിയില ചാക്കിലേക്ക് ആക്കി വെച്ചിട്ട് അതിൽ കൃഷി എടുക്കുന്നുണ്ട്. കൃഷി വേണ്ട വലിച്ചെറിഞ്ഞ് കൃഷി ആവുന്നില്ല, വിളവ് കിട്ടുന്നില്ല തന്നെ ഒഴിവാക്കിയവരും മെല്ലെ പതിയെ തിരിച്ചു വന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട്. അതൊക്കെ എനിക്കുണ്ടായ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നല്ലോ കൃഷിയിലിട്ട്, എന്നിട്ട് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ എനിക്ക് മെസ്സേജ് വിടാറുണ്ട് കേട്ടോ. പിന്നെ പറയുമ്പോൾ പിന്നെ എല്ലാം പറയണമല്ലോ. ഇപ്പോൾ എൻ്റെ യൂട്യൂബിലേക്ക് എനിക്ക് തുടങ്ങി തന്നത് ആരാന്നറിയോ? എൻ്റെ അനിയത്തിയും മോനും ഇവിടേക്ക് വിരുന്ന് വന്നിരുന്നു. ഇപ്പോൾ അനിയത്തിൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ വലിയ മോനൊന്നും അല്ല, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ ചെക്കനാ, അല്ല ബ്രൈറ്റാ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ മോന് ഈ കൊറോണ കാലത്ത് യൂട്യൂബ് തുടങ്ങിയൊരു പരിചയമുണ്ട്. അപ്പോൾ മോനോട് ഞാൻ പറഞ്ഞു, മോനെ എനിക്കൊന്ന് യൂട്യൂബ് തുടങ്ങേണ്ടിയിരുന്നു എന്ന് പറയുന്നത് ആ സെക്കൻഡ് വെച്ചിട്ട് എൻ്റെ മൊബൈൽ എടുക്കലും അങ്ങനെ റെഡിയാക്കി. എനിക്ക് എന്താണ് പേരെന്താ കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ ആ ഒരു പേരങ്ങ് ഇട്ടുവിട്ടേ, അല്ല അതൊന്നും പ്ലാനിങ് അല്ല. റുക്കിയാസ് വേൾഡ് എന്നാണ് പറഞ്ഞു ഞാനങ്ങ് പറഞ്ഞതാണ്. കാരണം അന്നേരം ഞാൻ ചിന്തിച്ചാൽ എന്താ അറിയുമോ, റുക്കിയാസ് വേൾഡ് എന്നാക്കിയാൽ എനിക്ക് കുടുംബത്തിനും കാണിക്കുക, കൃഷി കാണിക്കുക, ഭക്ഷണം കാണിക്കുക, എൻ്റെ ലോകം. ഞാൻ അങ്ങനെ ചിന്തിച്ചത്. അപ്പം അങ്ങനെ തുടങ്ങി. പിന്നെ ഞാൻ മൊബൈലിലാണ് ഫസ്റ്റിലൊക്കെ വീഡിയോ പിടിച്ചിരുന്നത്. അന്നേരം മൈക്കില്ല, ഒന്നുമില്ല. മൈക്ക് വേണമെന്നൊന്നും എനിക്ക് അന്നേരം അറിയില്ല. പിന്നെ ഇങ്ങനെ പറയുന്നത് കേട്ട് ഓരോരുത്തരുടെ വീഡിയോ ഭയങ്കര ഭംഗിൻ്റെ കോളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്തെങ്കിലും സൗണ്ടൊക്കെ, അങ്ങനെ എനിക്ക് മനസ്സിലായത് മൈക്ക് കണ്ട് എന്നുള്ളത്. അങ്ങനെ എനിക്ക് മോനോട് ഞാൻ പറഞ്ഞ് മൈക്ക് വേണമെന്ന് ഓരോരുത്തർ പറയുന്നുണ്ട്. അപ്പോൾ മോന് വേഗം മൈക്ക് സർപ്രൈസായിട്ട് എനിക്ക് മൈക്ക് എത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മോൻ തന്നെ എനിക്ക് ക്യാമറ വന്ന് ഒക്കെ മക്കൾ സഹകരിച്ചിട്ടാട്ടോ മോന്. പിന്നെ വീഡിയോ പിടിക്കുന്നത് ആദ്യം മൊബൈലിൽ എന്ന് പറഞ്ഞല്ലോ, പിന്നെ സ്റ്റാൻഡാക്കി, സ്റ്റാൻഡിൽ ഞാൻ പിടിക്കാൻ തുടങ്ങി. ഒരു സ്റ്റാൻഡ് വാങ്ങി, അത് കാല് പൊട്ടി. പിന്നെ വേറൊരു സ്റ്റാൻഡ് വാങ്ങി, അങ്ങനെ സ്റ്റാൻഡിലേ പിടിക്കുന്നത്. പിന്നെ കുറേയൊക്കെ മക്കൾ പിടിക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴൊക്കെ പിടിക്കണ്ടേ, അപ്പോൾ സ്റ്റാൻഡ് പറ്റൂലല്ലോ. അന്നേരം ഹസ്ബൻഡ് പിടിക്കൂ. എനിക്ക് 2 ആൺമക്കളാണ് ഉള്ളത് കേട്ടോ. അത് പറഞ്ഞില്ലല്ലോ, 2 ആൺമക്കളാണ്. 2 പേരും ഇപ്പം എൻ്റെ അടുത്തില്ല. മൂത്തവൻ ഡോക്ടറാണ്, മോൻ്റെ ഭാര്യ ഡോക്ടറാണ്. രണ്ടാമത്തവൻ നേഴ്സാണ്, BSc നേഴ്സിംഗ് കഴിഞ്ഞ് ദുബായിൽ ഗവൺമെൻറ് സർവീസിലാണ്. എൻ്റെ ഭാര്യ ടീച്ചറാണ്. അപ്പോൾ മൂത്ത മോൻ വന്ന് എത്ര തിരക്കുണ്ടെങ്കിലും മോൻ ഇടയ്ക്ക് വരുമ്പോൾ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് വീഡിയോ പിടിച്ചു തരാൻ. മോൻ പിടിച്ചു തരും. മോൻ്റെ ഭാര്യ ഡോക്ടറാണ്, ആ മോളും പിടിച്ചു തരും. കുലുകുലു ഞങ്ങൾ വിളിക്കൽ. രണ്ടാമത്തെ മോന് അവധി വന്ന് ദുബായിൽ നിന്ന് വന്നാൽ അങ്ങനെ മോനും പിടിക്കും, മോൻ്റെ ഭാര്യയും പിടിക്കും, ഹുദ എല്ലാവരും പിടിക്കും. അങ്ങനെ ഹസ്ബൻഡ് പിടിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വീഡിയോ ആരാ പിടിക്കൽ എന്നുള്ളത്. അപ്പോൾ 3/4 ഭാഗവും സ്റ്റാൻഡ് തന്നെയാണ്. കൃഷിയൊക്കെ ആകുമ്പോൾ സ്റ്റാൻഡ് തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു ഹസ്ബൻഡ് പിടിക്കുക. അപ്പോൾ പിടിച്ചു തരുന്നത് ഞാൻ അതിൽ പറയാറില്ല, ഞാൻ സ്റ്റാൻഡിൽ നിന്നാണ് പറയുക. പക്ഷേ കൂടുതൽ സ്റ്റാൻഡാണെങ്കിലും കുറച്ച് പിന്നെ ഹസ്ബൻഡാണ് പിടിക്കൽ. ആദ്യം എനിക്കില്ലേ, ഞാൻ ഷോർട്സാണ്, 1 മാസം ഷോർട്സാണ് ഇട്ടത്. ഇങ്ങനെ ഷോർട്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഷോർട്സ് പോലെ തന്നെയാണ് ലോങ് എന്ന് വിചാരിച്ചാൽ ഞാൻ നിന്നത്. ഒന്നും അറിയില്ലല്ലോ, ഒരു നഴ്സറി കുട്ടി പോലെയായി ഈ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഞാൻ 1 മാസം ഷോർട്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ലോങ് ഇടാൻ നോക്കുമ്പോഴാണ് ലോങ് പോകുന്നില്ല, ഷോർട്സ് പോലെ തന്നെ ഇട്ട് കൊടുത്ത് നോക്കാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോയിട്ട് ഒരു വ്ളോഗർ അടുത്ത് പോയിട്ടാണ് പഠിക്കുന്നത്. അത് എനിക്ക് പഠിപ്പിച്ച് തന്നത് വ്ളോഗർ ഒരിക്കലല്ല എനിക്ക് പറഞ്ഞിട്ടുള്ളൂ, അത് ക്ലിയറായിട്ട് പറഞ്ഞു തന്നത് നാട്ടിൽ നിന്ന് ആങ്ങളുടെ മോനാണ്. ആ മോനും ചെറിയ കുട്ടിയാണ്, 8ാം ക്ലാസ്. അവരൊക്കെ ഭയങ്കര ഉഷാറുള്ളവർ. ഞങ്ങൾ ഈ പ്രായത്തിലുള്ള എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഷോർട്സ് 1 മാസം ഇട്ടതിന് ശേഷം ലോങ് പഠിച്ചത് ആ മോനാണ് എനിക്ക് പറഞ്ഞത്. പിന്നെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എന്നെ പഠിപ്പിച്ചാരൊക്കെ നമുക്കൊരാവശ്യം നമ്മൾ വേഗം പഠിക്കുമല്ലോ, അങ്ങനെ എഡിറ്റ് ചെയ്ത കുറേ ഞാനാണ്. തമ്പിൽ നല്ല ഭംഗിയിലുണ്ടാക്കി തരുന്നതൊക്കെ എൻ്റെ ദുബായ് മോന് ഞാൻ ഫോട്ടോ വിട്ടു കൊടുക്കും, കണ്ടൻറ്റ് പറഞ്ഞു കൊടുക്കും ഇന്നതാണെന്നുള്ളത്. അപ്പോൾ നല്ല ഭംഗിയിൽ
തമ്പൂലേന് ഇട്ട് തരും. എന്നെ പഠിപ്പിച്ചും തന്നു. ഇപ്പോൾ കുറേയൊക്കെ ഞാൻ തന്നെയാണ് ഇടുന്നത്. അങ്ങനെയാണ് എൻ്റെ യൂട്യൂബിൻ്റെ ചരിത്രം. പിന്നെ ഇതിൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ യൂട്യൂബിൽ ഇങ്ങനെ മോണിറ്റൈസേഷൻ ആവാനൊക്കെ കുറേ അത് ശരിയാക്കാൻ കുറേ പണികളുണ്ട്. ഓരോരുത്തരും ഓരോ ആൾക്കാരെ ഏൽപ്പിക്കുക പറയുക. എൻ്റെത് ചെയ്തത് എൻ്റെ മോൻ തന്നെയാണ്. ദുബായ് ഉള്ള മോൻ തന്നെയാണ് അതെല്ലാം ക്ലിയർ ആക്കി തന്നത്. പിന്നെ അതിൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെത് പൈസ എൻ്റെ അടുത്തേക്ക് വരുന്നതിനുള്ള എല്ലാ നടപടികളും കൈകാര്യം ചെയ്തത് എൻ്റെ ദുബായ് മോനാണ്. ഇനിയിപ്പോൾ 1,00,000 ആയി കഴിഞ്ഞു. ഇനി 1,00,000 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നടപടി എന്താ എനിക്കറിയില്ല. എൻ്റെ മോനത് അപ്ലൈ കൊടുക്കണോ എന്തൊക്കെ പറയുന്നത് കേൾക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ പറയണേ. കാരണം ഞാൻ പറഞ്ഞല്ലോ നഴ്സറി കുട്ടിയാണ് ഈ വിഷയത്തിൽ ഞാനെന്നുള്ളത്. ഞാൻ തുടങ്ങിയത് നവംബർ 1, 2024 എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ 2026 ഫെബ്രുവരി ആയി. അപ്പോൾ ഇത്ര മാസമായി ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ട്. നവംബർ കൂട്ടാം. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, പിന്നെ ജനുവരി, ഫെബ്രുവരി, ഫെബ്രുവരി. അപ്പോൾ ഒരു കൊല്ലവും 6 മാസമായിട്ടില്ല ഞാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം അത് സ്പീഡാണോ എനിക്ക് 1,00,000 ആയതെന്നുള്ളത് എനിക്കറിയില്ല. എല്ലാവർക്കും എങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല. ഞാനിങ്ങനെ കൃഷി എടുക്കുന്നത് ഇഷ്ടപ്പെടുന്നവർ സബ് ചെയ്യുന്നതാണല്ലോ. അപ്പം ഈ 1,00,000 ആയി കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചും എനിക്കറിയില്ല കേട്ടോ. ഒന്നും അറിയില്ല. ഞാനിങ്ങനെ തുടങ്ങുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു മാസം തുടങ്ങിയിട്ട് ഞാൻ ഒരു 2 മാസം ആയപ്പോഴത്തേക്കും എനിക്ക് 1000 ഒരു മാസം കൊണ്ട് തന്നെ 1000 ആയിട്ടുണ്ട്. 4000 വാച്ച് അവറായി, മോണിറ്റൈസേഷനായി. പിന്നെ കുറച്ച് 2-3 മാസം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസയൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ പിന്നെ ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അതൊക്കെ കുറച്ച് സ്പീഡായിരുന്നു. പിന്നീടുണ്ടായതൊക്കെ സ്പീഡായിരുന്നു, ആൾക്കാർ കൂടുന്നത്. പിന്നെ ഞാൻ ആരോടും പുറകെ അങ്ങനെ പറയേണ്ടി വന്നില്ല എനിക്ക് സബ് ചെയ്യോ എന്നുള്ളത് ഒന്നും വന്നിട്ടില്ല. പിന്നെ എനിക്ക് എൻ്റെ വീഡിയോക്ക് അങ്ങനെ വേണ്ടാത്ത കമൻ്റ് ഒന്നും എനിക്ക് ഇതുവരെ ആരും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഒക്കെ നല്ല നല്ല രീതിയിലുള്ള കമൻറ്റുകൾ തന്നെയാണ് എൻ്റെ വന്നത്. 1-2 ഒക്കെ ചെറിയ രീതിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കതിനൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബാക്കി എല്ലാവരും നല്ല കമൻറ്റ്. എനിക്ക് ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം എനിക്ക് എവിടെ നിന്നൊക്കെ പ്രിയപ്പെട്ടവരെ കിട്ടി. ഈ മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് എവിടെ നിന്നൊക്കെയാണോ എനിക്ക് ബന്ധക്കാരായി വന്ന് കുടുംബക്കാർ സ്വന്തം പോലെ, നമ്മൾ സ്വന്തം ഏട്ടത്തി അനിയത്തിയാന്ന് വരെ പറയുന്നവരുണ്ട്. എനിക്ക് ലക്ഷദ്വീപിൽ ആൾക്കാരുണ്ട്, ലണ്ടനിലുണ്ട്, പിന്നെ ദുബായിൽ നിന്നുണ്ട്, പിന്നെ കർണാടകയിൽ നിന്നൊക്കെ എനിക്ക് കമൻറ്റ് വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം, നമ്മളെ കേരളത്തിലെ പല ജില്ലയിൽ നിന്നും. പിന്നെ അത് മാത്രമല്ല എന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെ എവിടെ നിന്നൊക്കെ ആൾ വന്നു. എനിക്കതൊക്കെ ഒരു അത്ഭുതം കേട്ടോ. എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വന്നു, തിരൂരിൽ നിന്ന് വന്നു, പിന്നെ കോഴിക്കോട് നിന്ന് വന്ന്, നാദാപുരത്ത് നിന്ന് വന്നു. പിന്നെ ഞാൻ ഇല്ലാത്ത സമയത്തൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും എന്നോട് സംസാരിക്കാൻ ഇവിടെ എത്തിപ്പെടൂരല്ലോ, വയനാടാണല്ലോ ഇത്. ഇപ്പോൾ എത്തിപ്പെടാൻ കഴിയട്ടെ എന്നോട് നേരിട്ട് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് എന്നോട് പറയും ഒന്ന് ഫോൺ നമ്പർ തരുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത് എൻ്റെ ഫോൺ നമ്പർ ഞാൻ അതിലേക്ക് ഇട്ടിട്ടില്ല. എന്താ അറിയില്ല, ഓരോരുത്തർ പറയുന്ന അങ്ങനെ നല്ലതല്ല എന്തൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഏതായാലും എൻ്റെ നമ്പർ ഇട്ടിട്ടില്ല അതിൽ. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ നമ്പർ പരിചയമുള്ള ആൾക്കാരോടൊക്കെ വാങ്ങിയിട്ട് അങ്ങനെയൊക്കെ എന്നെ വിളിക്കുന്നവരുണ്ട്. പിന്നെ എപ്പോഴും തിരക്കാണല്ലോ ഇതെന്ന് പറഞ്ഞാൽ. ഈ യൂട്യൂബിലേക്ക് നമുക്ക് ഇറങ്ങിയതോടെ ഒരു സെക്കൻഡ് ഒഴിവില്ല. വെറുതെ ഇരിക്കുക എന്നുള്ളത് നമ്മളെടുത്തിപ്പോൾ ഇല്ല, നമ്മൾ അജണ്ടയിൽ ഇപ്പം അതില്ല. കാരണം ഉച്ചയ്ക്ക് ശേഷം വീഡിയോ പിടിക്കൂ, അത് എഡിറ്റ് ചെയ്യണോ, അത് അതിലേക്ക് ഇടണോ, അതിന് തമ്പുനിൽ ഉണ്ടാക്കണോ, നല്ല പണിയാട്ടോ, ഒരു ജോലി തന്നെയാണ് ഇത്. ദിവസേന ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഞാൻ പണ്ടൊക്കെ കൃഷി എടുക്കലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോ പിടിക്കുന്നൊന്നുമില്ലല്ലോ. ഇപ്പം ഞാൻ എടുക്കുന്നത് യൂട്യൂബിലേക്ക് ഇടാനാണെങ്കിലും കൂടിയിട്ട് ഞാൻ കൃഷി എടുക്കുക ചെയ്യുന്നു കേട്ടോ. എനിക്കുള്ള ഇവിടുത്തെ കൃഷി എടുക്കുക ചെയ്യുന്നു ഞാൻ. അപ്പോൾ കൃഷി എടുക്കുമ്പോൾ അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണിക്കുക എന്നുള്ളത് മാത്രം. അന്നേരം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം പിന്നെ ഡ്രസ്സിങ്ങിലൊരു ശ്രദ്ധ വേണം. അപ്പം ഇങ്ങനെയുള്ള ഡ്രസ്സിങ് ആകുമ്പോൾ നമുക്ക് അത് ഇറങ്ങി പണിയെടുക്കാൻ ചിലപ്പം കഴിഞ്ഞില്ല എന്ന് വരും.
കാരണം അത്രക്കും അടങ്ങി ഒതുങ്ങിയുള്ള ഡ്രസ്സിലായതുകൊണ്ട്. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ കൃഷി രീതി ഞാൻ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ഈ യൂട്യൂബിലേക്ക് വന്ന ഒരേ ഒരു ഗുണം, എനിക്ക് പ്രിയപ്പെട്ടവരെ കിട്ടി എന്നുള്ളത്. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്താ അറിയോ, എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് നമ്പർ ആരെ കയ്യിലും ഇല്ലല്ലോ. എന്നിട്ട് ഞാൻ സ്കൂള് ഒരു വ്ളോഗ് ചെയ്തിരുന്നു. അങ്ങനെ എന്നെ കാണണം എന്ന് അതിയായ ആഗ്രഹം കൊണ്ട് അവരെന്താ ചെയ്തതെന്നറിയോ, എൻ്റെ സ്കൂളിലേക്ക് പോയിട്ട് അവിടുന്ന് നമ്പർ വാങ്ങി വിളിച്ച് എൻ്റെ അടുത്ത് വന്നവരുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ അത്രക്കും ആഗ്രഹം ഉണ്ടായിട്ടാണല്ലോ അവർ. ആ വന്നവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് 4 മൈൽ വരെ നടന്ന് പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് സൈഡൊക്കെ അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് വീട് കാണാതെ തിരിച്ചു പോയവരുണ്ട്. അപ്പോൾ എനിക്ക് സങ്കടമായിട്ട് അടുത്ത ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാനന്തവാടി പോകുന്ന ഇങ്ങനെ വഴി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയിരുന്നു. അങ്ങനെ അവരെ കണ്ടുപിടിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ, എവിടുന്നൊക്കെ നമ്പർ തപ്പി പിടിച്ചിട്ടൊക്കെ വരുന്നു. പിന്നെ ഞാൻ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കുറച്ച് പേരൊക്കെ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ പൂപ്പലിക്ക് പോയപ്പോൾ അവിടെ തിരിച്ചറിഞ്ഞു, ഹോട്ടലിൽ പോയാൽ തിരിച്ചറിയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോയാൽ ഒരു 4 ആളെങ്കിലും എന്നെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയും ഞങ്ങൾ കരിയിലപ്പം കളയാറില്ല, ചാക്കിൽ കെട്ടി വെക്കലാണ്. പിന്നെ ചിലവരോടൊക്കെ കമൻറ്റിൽ ഇത് കാണാം, ഭർത്താവ് ചോദിക്കും പോലും എന്ത് പറ്റി, കാരണം വീടും പരിസരവും നല്ല വൃത്തി, അടിച്ചു വാരിയിട്ട് ചാക്കിൽ കരിയിലിടുന്നു. അതൊക്കെ നമ്മളെ എൻ്റെ ഇതുകൊണ്ടുണ്ടായ ഗുണങ്ങളാണത്. പിന്നെ ഒരാൾ ഗൾഫിൽ നിന്ന് വന്നവൻ ചോദിച്ചു പോലും, ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ഭാര്യ കരിയില കെട്ടി വെച്ചതാണ്. അപ്പോൾ അവർ വിചാരിച്ചു അടക്ക കെട്ടി വെച്ചാൽ ഈ കൊല്ലം കുറേ അടക്ക ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ ഓരോ വിറ്റുകൾ. പിന്നെ കമൻറ്റ് എഴുതിയിട്ടുണ്ട് ഒരാൾ. കമൻറ്റ് എഴുതിയത്, ഞാൻ ഒരു മുഖ്യമന്ത്രി ആയാൽ നിങ്ങളെ ഞാൻ കൃഷിമന്ത്രിയാക്കുന്നു. അങ്ങനെയുള്ള കമൻറ്റൊക്കെ ഉണ്ട്. പിന്നെ ഒരാൾ കമൻറ്റ് എഴുതിയത്, ഞാൻ പ്ലാവിൻ്റെ ഇലയിൽ വിത്ത് മുളപ്പിക്കുന്നത് ഇട്ടിട്ട് കമൻറ്റ് എഴുതിയ എന്താ അറിയോ, നിങ്ങളെ തല സൂക്ഷിക്കണേ, മറ്റ് രാജ്യക്കാർ വെട്ടി കൊണ്ടുപോകും ബുദ്ധി കൊണ്ട്. അങ്ങനെ രസകരമായ കുറേ കമൻറ്റുകളൊക്കെ എനിക്ക് യൂട്യൂബ് വന്നതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. ആരിൽ നിന്നും വേദനിപ്പിക്കുന്ന കമൻറ്റൊന്നും കിട്ടിയില്ല, അൽഹംദുലില്ലാ. അതൊക്കെ കൃഷി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇബാദത്തും കൂടിയാണല്ലോ. നമ്മൾ കൃഷി എടുക്കുക, മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക. പിന്നെ എനിക്കുള്ള കൃഷിയിൽ കിട്ടിയത് കൂടുതൽ എനിക്ക് തീറ്റ വളരെ കുറവാണ്. ഒരു 75% ഞാൻ ഓരോരുത്തർക്ക് വിതരണം ചെയ്യൽ തന്നെയാണ്. അതൊക്കെ ആയിരിക്കാം എനിക്ക് ഇങ്ങനെ വീണ്ടും കൃഷി ഇങ്ങനെ നന്നായിട്ടുണ്ടാകുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ കൃഷി എടുക്കുക എന്നുള്ളത് ഒരു സംസ്കാരമാണ്, നല്ലൊരു ഇബാദത്താണ്. അതുകൊണ്ട് ഒക്കെയാണ് ഞാൻ ഇന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എന്തൊക്കെയോ പറഞ്ഞതാട്ടോ. ആരെയും വേദനിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തൊക്കെയോ ആദ്യം എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനി മുന്നോട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് വേണ്ടി എത്രയോ ആൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ നന്മക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.